ലോക അവസാനം എന്നുണ്ടാകുമെന്നത് വളരെ ചർച്ചയേറുന്ന ഒരു വിഷയമാണല്ലേ. എന്നാൽ ലോകം അവസാനിക്കാൻ ഇനി വർഷങ്ങൾ മാത്രം. ഉടൻ ഭൂമി ഒരു അഗ്നിഗോളമായി മാറുമത്രേ. ഒരു ചിഹ്നഗ്രഹത്തിന്റെ പതനമായിരിക്കും ഭൂമിയുടെ അവസാനമെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. ഇത് വിശ്വസിക്കാമോ? ലോകത്തിന്റെ അവസാനം നാളുകളായി ആശങ്കയുയർത്തുന്ന ചോദ്യമാണ്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഭൗതിക ശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും നിരവധി സംവാദങ്ങളും ഉടലെടുക്കുന്നുണ്ട്. 2018 മരിക്കുന്നതിന് മുൻപ് ലോകപ്രശസ്തനായ ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രവചനങ്ങൾ നടത്തുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ചില സൂചനകൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം സ്റ്റീഫൻ ഹോക്കിങ് നടത്തിയ പ്രവചനങ്ങൾ ഇത്രയും കാലമായിട്ടും പുറത്തുവിട്ടില്ലെങ്കിലും ആഗോളതാപനം, ഊർജത്തിന്റെ അമിത ഉപഭോഗം തുടങ്ങിയ ഭീഷണികളെക്കുറിച്ച് നാസ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രവചനത്തോടെ നമ്മൾ എത്ര അടുത്തിരിക്കുന്നുവെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മരിക്കുന്നതിന് മുൻപ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ കുറിച്ച് സ്റ്റീഫൻ ഹോക്കിംഗ് ആശങ്കാകുലനായിരുന്നു. 2018 പുറത്തിറങ്ങിയ ദ സെർച്ച് ഫോർ എ ന്യൂ എർത്ത് എന്ന ഡോക്യുമെന്ററിയിൽ ഹോക്കിംഗ് 2600 വർഷത്തെക്കുറിച്ചുള്ള ആകുലതകൾ പങ്കുവച്ചിട്ടുണ്ട്. മനുഷ്യരാശിയുടെ പ്രവർത്തികളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഭൂമി ഒരു വലിയ അഗ്നിഗോളമായി മാറുമെന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത്. ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, ഹരിതഗൃഹ പ്രഭാവം എന്നിവയുടെ ആഘാതങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവ ഭൂമിയുടെ നാശത്തിന് കാരണമാകുമെന്നും ഹോക്കിംഗ് വ്യക്തമാക്കുന്നു. വിഭവങ്ങളുടെ അനിയന്ത്രിതമായ മനുഷ്യ ഉപഭോഗത്തിന്റെയും ജനസംഖ്യാ വർധനവിന്റെയും അപകട സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു. ജനസംഖ്യാ വർധനവും ഊർജ്ജ ഉപഭോഗത്തിന്റെ സുസ്ഥിരത ഇല്ലായ്മയും ഭൂമിയെ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സ്റ്റീഫൻ ഹോക്കിംഗ് പങ്കുവച്ച ചില ആശങ്കകൾ നാസ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഭൂമിയുടെ നാശവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം നടത്തിയ പ്രവചനങ്ങളിൽ പിന്തുണയ്ക്കുന്നില്ല. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് നാസയുടെ വക്താവ് മുൻപ് പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ഭൂമിയുടെ നിലനിൽപ്പിനെക്കുറിച്ചും ഹോക്കിംഗ് ഉയർത്തിയ ആശങ്കകളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ അന്ത്യം എപ്പോഴെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് പകരം ആഗോളതാപനം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതിൽ നാസ പ്രതിജ്ഞാബദ്ധമാണെന്നും വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യരാശി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനമാണ്. മനുഷ്യൻ കാരണം ഉണ്ടാകുന്ന ആഗോള താപനത്തിന്റെ അനന്തര ഫലങ്ങൾ നിലവിലെ തലമുറയ്ക്ക് മാറ്റാനാകില്ലെന്ന് ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തീവ്രത ഭാവിയിൽ മനുഷ്യരാശി സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കും. മലിനീകരണം കുറയ്ക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് നാസയുടെ അഭിപ്രായം. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രവചനം ആശങ്കയുണ്ടാക്കുന്നതാണെങ്കിലും മനുഷ്യരാശിക്ക് പ്രതീക്ഷകൾ പകരുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നാസ തുടരുകയാണ്. അതേസമയം ഒരു ചിഹ്നഗ്രഹത്തിന്റെ പതനമായിരിക്കും ഭൂമിയുടെ അവസാനമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുമായി കൂട്ടിയിടിച്ച കാര്യമായ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും അവസാനത്തിനും കാരണമായേക്കാം. ഇത്തരത്തിൽ ഒരു ചിഹ്നഗ്രഹം കൂട്ടിയിടിച്ചതാണ് ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായതെന്നും റിപ്പോർട്ടുണ്ട്. ഭാവിയിൽ ഒരു വലിയ ചിഹ്നഗ്രഹം ഭൂമിയിൽ കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ചില ഗവേഷകർ പ്രവചിച്ചിട്ടുള്ളത്. ഭൂമിക്ക് വ്യാപകമായി നാശം വരുത്താൻ കഴിവുള്ളവയാണ് സൂപ്പർ അഗ്നിപർവ്വതങ്ങൾ. വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂമിക്ക് വലിയ ദോഷം ചെയ്യുന്നു. സൂപ്പർ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അപൂർവമാണെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കാർഡറ യെല്ലോസ്റ്റോണിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതം സൂപ്പർ അഗ്നിപർവ്വതത്തിന് ഒരു ഉദാഹരണമാണ്. ഇത് പൊട്ടിത്തെറിച്ചാൽ ഭൂമിയിലെ ജീവന് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനും സാധിക്കും.